സ്നേഹമുള്ളവരെ, ഈശോയുടെ മൂന്നാമത്തെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈശോ 4 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അതിൽ 3 പ്രത്യക്ഷപ്പെടലുകൾ ജെറുസലേമിൽ വെച്ചാണ് നടന്നത്. 4ാമത്തെ പ്രത്യക്ഷപ്പെടൽ ഗലീലയിൽ വെച്ചാണ് നടന്നത്. നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന ഈ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള തിരുവചന ഭാഗമാണ്. ഇവിടെ ഈശോ തോമാസ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ പ്രത്യക്ഷപ്പെടലുകളെല്ലാം നടക്കുന്നത് 2 ഞായറാഴ്ചകളിലായിട്ടാണ്. ഇത് ജെറുസലേമിൽ വെച്ചുള്ള പ്രത്യക്ഷപ്പെടലാണ്. നമ്മൾ കാണുന്നു, ഈശോ ഈ പ്രത്യക്ഷപ്പെടലുകളെല്ലാം നടത്തുന്നത് നേരത്തെ ശിഷ്യന്മാരോട് പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 16:16-ലും 20-ലും ഈശോ പറഞ്ഞു, അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, എന്നാൽ വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ പിന്നീട് നിങ്ങൾ സന്തോഷിക്കും. ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അല്പസമയം എന്ന് പറയുന്നത് ഈശോയുടെ പീഡാസഹനവും മരണവും സംസ്കാരവുമാണ്. അതിനുശേഷം അല്പസമയം എന്ന് പറയുന്നത് ഈശോയുടെ ഉത്ഥാന സമയമാണ്. അപ്പോൾ ഈശോ പറഞ്ഞതുപോലെ തന്നെ അവർ വിഷമിക്കുകയും വിലപിക്കുകയും ചെയ്തെങ്കിലും പിന്നീട് ഈശോയെ കാണുമ്പോൾ സന്തോഷിക്കുകയാണ്. ഈ അവസരമാണ് നമ്മൾ ഈ പ്രത്യക്ഷപ്പെടലുകൾ കാണുന്നത്. ശ്ലീഹന്മാർ വളരെയേറെ അസ്വസ്ഥരും ഭയവിഹ്വലരുമായിരുന്നു. വലിയ സങ്കടം അവരെ മൂടി. അവർക്ക് സഹിക്കാനാകുന്നില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവിനെ വധിച്ചതും സംസ്കരിച്ചതുമൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലപ്പുറമാണ്. തങ്ങളുടെ ഗുരുവിനെ കൊന്നവർ തങ്ങളെയും കൊല്ലുമെന്ന് അവർക്ക് നിശ്ചയമായിരുന്നു. അതുകൊണ്ടാണ് അവർ വാതിലുകൾ അടച്ച് അകത്തിരുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്, യഹൂദരെ ഭയന്ന് അവർ വാതിലുകൾ അടച്ചിരിക്കെ അവരുടെ മധ്യേ ഈശോ പ്രത്യക്ഷപ്പെടായി എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്ത ഇവിടെ നിന്ന് തുടങ്ങാം. എല്ലാ വാതിലുകളും, സാധ്യതകളുടെ സർവ്വവാതിലുകളും അടഞ്ഞിരുന്ന് കിടക്കുന്നിടത്ത് പ്രത്യക്ഷപ്പെടുന്നവനാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ അനന്യത അതാണ്. മിശിഹായുടെ അനന്യത അതാണ്. ഒരു ചിന്ത ഓർക്കുന്നതാണ്, എല്ലാവരും നിന്റെ വീടിൻ്റെ പടി ഇറങ്ങി കഴിഞ്ഞു പോകുമ്പോൾ, നിന്റെ സങ്കടങ്ങളിൽ നിന്നെ ഒറ്റപ്പെട്ടവനായിട്ട് നിർത്തിയിട്ട് പോകുമ്പോൾ, ആ പടികളിലൂടെ പടി ചവിട്ടി കയറി വരുന്നവനാണ് ക്രിസ്തു. ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ്റെയും ദുരിതമനുഭവിക്കുന്നവൻ്റെയും നിസ്സഹായൻ്റെയും പക്ഷം ചേരുന്ന ദൈവമാണ് ക്രിസ്തു. മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ്. വാതിലുകൾ അടച്ചിരിക്കെ നമ്മുടെ സർവ്വസാധ്യതകളും അടഞ്ഞു എന്ന് നമുക്ക് തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 2ാമത്തെ ചിന്ത ഇതാണ്: നാം ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ രൂപത്തിലേക്ക് നോക്കണം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രത്യാശയുടെ പ്രതീകമാണ് ഉദ്ധിതനായ മിശിഹായുടെ രൂപം. ഉദ്ധിതനായ മിശിഹായുടെ രൂപത്തിലേക്ക് നാം നോക്കുമ്പോൾ, വാതിലുകൾ അടഞ്ഞു കിടന്നാലും സാധ്യതകളെല്ലാം തീർന്നു എന്ന് കണ്ടാലും അതിൻ്റെ നടുവിൽ നമുക്ക് സമാധാനം കണ്ടെത്താനാകും. അതുകൊണ്ടാണ് സുവിശേഷ ഭാഗം പറയുന്നത്, വാതിലുകൾ അടച്ചിരിക്കെ അവൻ അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു, സമാധാനം നിങ്ങളോടുകൂടെ. ഈ ഒരു സാധ്യതയില്ലാത്തിടത്തും സമാധാനം കണ്ടെത്താൻ നമുക്ക് കഴിയുമെന്ന് മിശിഹായുടെ, ഉദ്ധിതനായ മിശിഹായുടെ തിരുസ്വരൂപത്തിലേക്ക് നോക്കുമ്പോൾ കണ്ടെത്താനാവുമെന്ന് ഈ സുവിശേഷ ഭാഗം പറയുന്നു. തോമാസ് ശ്ലീഹായുടെ ശാഠ്യം ന്യായമായിരുന്നു. മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വരികയോ അസംഭവ്യമാണ്. മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്തതാണ്. അങ്ങനെ ഒരുവൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ എന്തിനു സംശയിക്കണം? അവൻ തന്നെയാണ് ദൈവം. അതുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരുപക്ഷെ തോമാസ് ശ്ലീഹായുടെ ചിന്ത ഇതായിരുന്നു, നിങ്ങൾക്ക് തോന്നിയതാകാം വേറൊരാളാണോ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായത്, അപ്പോൾ ക്രൂശിക്കപ്പെട്ടവൻ തന്നെയാണ് എന്ന് നിശ്ചയിക്കണമെങ്കിൽ നിങ്ങളത് മറന്നുപോയിരിക്കാം. പക്ഷെ ഞാൻ മറക്കില്ല. ഞാൻ കണ്ടതാണ്. അവൻ്റെ കൈകളും കാലുകളും തുളച്ചു, അവൻ്റെ നെഞ്ചിലേക്ക് കുന്തം കുത്തിയിറക്കി. അതുകൊണ്ട് അവൻ്റെ കൈകളിലും കാലുകളിലും ആ മുറിവുകൾ എനിക്ക് കാണണം. അവൻ്റെ തിരുവിലാവിൽ എനിക്ക് കൈവയ്ക്കണം. ഇത് ക്രൂശിതനായവൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടണം. പ്രിയപ്പെട്ടവരെ, കഠിനമായിരുന്നു ആ വ്യവസ്ഥതകൾ. കാണണം, തൊടണം, അനുഭവിക്കണം.
തോമാശ്ലീഹയുടെ ശാഠ്യത്തിന് മിശിഹ കീഴടങ്ങുന്നത്, ദൈവം തമ്പുരാൻ കീഴടങ്ങുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് സർവ നിയന്ത്രണങ്ങളും വിട്ടിട്ട് ഈ സുവിശേഷ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ, ബൈബിൾ ചരിത്രം തന്നെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണം ഈ ശ്ലീഹായിൽ നിന്നുണ്ടാകുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ബൈബിൾ ചരിത്രകാരന്മാർ പറയുന്നത്, പണ്ഡിതർ പറയുന്നത്, വിശുദ്ധ യോഹന്നാൻ ഇവിടം കൊണ്ട് സുവിശേഷം അവസാനിപ്പിച്ചു എന്നാണ്, എഴുത്ത് നിർത്തിയെന്നാണ്. കാരണം ലോകാവസാനം വരെ ഈ സുവിശേഷം വായിക്കുന്ന എല്ലാവരും, അത് വിജാതീയനാകട്ടെ ഏത് മതസ്ഥിൽപ്പെട്ടവനാകട്ടെ, ഏറ്റുപറയേണ്ടത് ഇതാണ്: ജീസസ് ഓഫ് നസറത്ത് ഈസ് ദ റിയൽ ഗോഡ്, ദ റിയൽ ലോഡ്, ഈസ് ദ ലോഡ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന സാക്ഷ്യത്തിലേക്ക് ഈ സുവിശേഷം വായിക്കുന്നവർ എത്തണം. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് യോഹന്നാൻ ശ്ലീഹ നിർത്തുന്നത് തോമാ ശ്ലീഹായാണ്. ഇനി നമുക്ക് അടുത്ത ചിന്തയിലേക്ക് വന്നാൽ, ഓർക്കുക, ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ കൈകളിൽ മുറിവുകൾ അവശേഷിച്ചിരുന്നു. ദൈവം തമ്പുരാന്റെ പിതാവായ ദൈവത്തിങ്കന്റെ പക്കലേക്ക് പോകുമ്പോഴും അവിടുത്തെ കൈകളിലും കാലുകളിലും നെഞ്ചിലും മുറിവുകൾ അവശേഷിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുറിവും എന്നേക്കുമായി മായ്ക്കപ്പെടുന്നില്ല. അതിനാൽ ആരെയും നാം ആഴത്തിൽ മുറിവേൽപ്പിക്കാതിരിക്കുക. അടുത്ത ചിന്ത, ഒരുപക്ഷെ അഞ്ചാമത്തെ ചിന്ത ഇതാണ്: നോക്കുക, മുറിവുകൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തവൻ ഒരിക്കലും ദൈവത്വത്തിലേക്ക് വളരുന്നില്ല. നാം എന്തുമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി മുറിവുകൾ ഏറ്റെടുക്കുന്നുവോ, അതാണ് നമ്മുടെ ദൈവത്വത്തിൻ്റെ, നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വത്തിൻ്റെ വലിയ ലക്ഷണം എന്ന് പറയുന്നത്. എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വ്യയം ചെയ്യുന്നുവോ, നഷ്ടപ്പെടുത്തുന്നുവോ, അതിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലെ ദൈവികത, അല്ലെങ്കിൽ നമ്മുടെ ദൈവികതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നാം ഏറ്റെടുക്കുന്ന മുറിവുകളുടെ എണ്ണമാണ്. നമ്മുടെ സമൂഹം ദൈവികമാകാതെ പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം മറ്റുള്ളവർക്കായി സമയം ചെലവഴിക്കാൻ, മറ്റുള്ളവർക്കായി നമ്മുടെ ധനം ചെലവഴിക്കാൻ, യാതനകൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ദൈവികമാകാതെ പോകുന്നത്. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ജീവിതചരിത്രം പറയുന്ന സിനിമയുണ്ടല്ലോ. അവിടെ ഗ്രാമീണരായിട്ടുള്ള ആദിവാസികളായ മനുഷ്യർക്ക് വേണ്ടി, അവരെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ യാതനകൾ ഏറ്റെടുത്ത് രക്തസാക്ഷിയായതാണല്ലോ, ആ ചരിത്രമാണല്ലോ ഈ സിനിമ പറയുന്നത്. അവിടെ ഈ ആദിവാസി സ്ത്രീകൾ ഒരിക്കൽ സിസ്റ്റർ അവർക്ക് വേണ്ടി ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന കണ്ടിട്ട് സങ്കടപ്പെട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെടുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ജീവിതം കളയുന്നത്? അപ്പോൾ സിസ്റ്റർ റാണി മരിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരെങ്കിലും സൂര്യനോട് ചോദിക്കാറുണ്ടോ എന്തിനാണ് വെറുതെ ഇങ്ങനെ ലോകത്തിന് വേണ്ടി കത്തിയുരുകുന്നതെന്ന്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം ചൊരിഞ്ഞ് തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ദൗത്യം. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗത്തിലൂടെ തോമാ ശ്ലീഹ വേറൊരു ദൈവശാസ്ത്ര ചിന്ത കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ആ ദൈവശാസ്ത്ര ചിന്ത ഇതാണ്: നമ്മുടെ ദൈവം മുറിവുകളുടെ തമ്പുരാനാണ്. യാതനകളുടെയും നിസ്സഹായതയുടെയും സങ്കടങ്ങളുടെയും നടുവിൽ പ്രത്യക്ഷപ്പെടുന്നവനാണ് ദൈവം. അതാണ് ക്രിസ്തുവിൻ്റെ അനന്യത. അതുകൊണ്ടാണ് ഫുൾട്ടൻ ജേഷീൻ ഇങ്ങനെ പറഞ്ഞത്, ദ റിയൽ ക്രൈസ്റ്റ് ഈസ് ദ വൂണ്ടഡ് ക്രൈസ്റ്റ്. ഇഫ് ക്രൈസ്റ്റ് അപ്പിയേഴ്സ് ബിഫോർ യു വിത്തൗട്ട് വൂണ്ട്സ്, ഈസ് നോട്ട് ദ റിയൽ ക്രൈസ്റ്റ്. ഇപ്പോൾ മുറിവുകളുടെ തമ്പുരാനാണ്. പഴയ നിയമത്തിൽ നിന്ന് തോമാ ശ്ലീഹ ഒരു തിരുത്ത് കൊണ്ടുവരികയാണ്. പഴയ നിയമം തുടങ്ങുന്നത് സൗഭാഗ്യങ്ങളിലാണ്, പർദീസയിലാണ്. സൗഭാഗ്യത്തിൻ്റെ നടുവിൽ നിന്ന് പഴയ നിയമം തുടങ്ങുമ്പോൾ പുതിയ നിയമം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നാണ് തുടങ്ങുന്നത്, പുൽക്കൂട്ടിൽ നിന്നാണ് പുതിയ നിയമം തുടങ്ങുന്നത്. പഴയ നിയമം പർദീസയിൽ നിന്ന് തുടങ്ങുമ്പോൾ പുതിയ നിയമം പുൽക്കൂട്ടിൽ നിന്ന് തുടങ്ങുന്നു. അത് അന്ന് വരെ നിലനിന്നിരുന്ന ദൈവശാസ്ത്ര ചിന്തയുടെ ഒരു തിരുത്താണ്. ആ തിരുത്ത് ഈശോ അവതരിപ്പിച്ച തിരുത്താണ്. അതിൻ്റെ തുടർച്ച ഈ ശ്രേഷ്ഠ ശിഷ്യൻ, ഈ പ്രമുഖ ശിഷ്യൻ കാണിച്ചു തരികയാണ്. നസ്രത്തിലെ തിരുവോയിൽ നിന്ന് ഈശോ പറഞ്ഞ അതാണല്ലോ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനവും. അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കേണ്ട സുവിശേഷം, അത് ഇറ്റ്സ് നോട്ട് ദ ഗോസ്പൽ ഓഫ് ഗ്ലോറി
ഓർ കേഴ്സ് ഓർ പ്രോസ്പെരിറ്റി, അതല്ല നമ്മൾ അവതരിപ്പിക്കേണ്ട സുവിശേഷം. മറിച്ച് ഈ ഭാഗം നമ്മളോട് പറയുന്നു, നമ്മൾ അവതരിപ്പിക്കേണ്ട സുവിശേഷം ഇറ്റ് ഷുഡ് ബി എ ഗോസ്പൽ ഓഫ് സഫറിങ് ആൻഡ് റെസറക്ഷൻ, എ ഗോസ്പൽ ഓഫ് കണ്ടോളൻസ്, സാന്ത്വനത്തിൻ്റെയും സഹനങ്ങളുടെ മധ്യത്തിൽ നിന്നുള്ള വിജയത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും സുവിശേഷമാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അവിടെ നിന്ന് നമ്മൾ വ്യതിചലിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു. നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് അർത്ഥമില്ലാതെ വരുന്നു. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ ചിന്തകളെല്ലാം ഒരു റമ്പാൻ പാട്ടിലെ പ്രസിദ്ധമായ ഒരു ഈരടിയുടെ പാടി. ഏതാനും ചില പണികൾക്കായി ചോഴപ്പെരുമാളിൽ നിന്നും ഏതാനും ചില മുതലുകൾ കൂടി വീണ്ടും മാർത്തോമാ വാങ്ങി, എളിയ ജനത്തിനാദരവിനായി ആ മുതലെല്ലാം ചിലവാക്കി, എളിയ ജനത്തിൻ ദാതാവായി അറിയിച്ചു തൻ മാർഗത്തെ. തോമാ മാർഗം എന്ന് പറയുന്നത് എളിയ ജനത്തിനു വേണ്ടി അർപ്പിക്കപ്പെട്ട മാർഗമാണ്. അതാണ് സുവിശേഷത്തിൻ്റെ മാർഗം. ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. എൻ്റെ തമ്പുരാൻ മുറിവുകളുടെ തമ്പുരാനാണ്. യാതനകളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ സാന്ത്വനമായി മഞ്ഞുമഴ പോലെ ആ തീച്ചൂളയിലേക്ക് പെയ്തിറങ്ങി വരുന്നവനാണ് മിശിഹ എന്നുള്ള പരമമായ സന്ദേശമാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത്. ഈശോ നമ്മെ അനുഗ്രഹിക്കും.